ആദര നമസ്കാരം. സമുദായ അംഗങ്ങളെ, വയനാടൻ ചെട്ടി തമിഴ്നാട് സമിതിയുടെ രാമായണ മാസാചരണമാണ് നമ്മൾ ഇന്ന് തുടക്കം കുറിക്കുന്നത്. സമുദായ അംഗങ്ങളെ, രാമായണം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് രാമമന്ത്രം നമ്മുടെ എല്ലാ വീടുകളിലേക്കും മുഴങ്ങുന്ന ഒരു കർക്കിട മാസമാണ് ഇപ്പൊ ഈ വരാൻ പോകുന്നത്. ഓരോ ദിവസവും ആ ഇരുട്ടിൽ നിന്ന് അകന്ന് വെളിച്ചത്തിലേക്ക് പോകുന്ന ആ രാമായണത്തിന്റെ ശബ്ദം എല്ലാ വീടുകളിലും, നമ്മുടെ സമുദായത്തിന്റെ എല്ലാ വീടുകളിലും സാധാരണയായ ഒരു ചെറിയ കുഞ്ഞിന്റെ കാതുകളിലേക്ക് പോലും ആ രാമായണത്തിന്റെ ശബ്ദം എത്തണമെന്ന ഒരു ദൃഢപ്രതിജ്ഞ തമിഴ്നാട് സമിതിയുടെ പ്രയത്നം കൊണ്ട് നമുക്ക് സാധ്യമാക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് ഈ രാമായണം എന്ന് പറയുന്നത് ഇതൊരു കേവലം ഒരു ഇതിഹാസ പുസ്തകം മാത്രമല്ല, ഒരു ആധ്യാത്മിക തത്വം മാത്രമല്ല. ഇത് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബത്തിൻ്റെയും യുഗങ്ങൾക്ക് മുന്നേ കാണിച്ചു തന്ന ഒരു വഴിയാണ് രാമായണം. നമ്മുടെ സമുദായത്തില് നമുക്കറിയാം, ജ്യേഷ്ഠനും സഹോദരനും അമ്മയും അച്ഛനും മരുമക്കളും ജീവജാലങ്ങളും ഒക്കെ നമ്മുടെ കൂട്ടുകുടുംബമായിട്ട് വനവാസികളൊക്കെ കൂടിയിട്ട് നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞിരുന്ന ഒരു സമുദായമാണ് വയനാടൻ ചെട്ടി. ആ വയനാടൻ ചെട്ടിയുടെ വീടുകളിൽ ഈ രാമായണത്തിന്റെ ഓരോ ഇതളുകളും അന്നത്തെ വിദ്യാഭ്യാസം ഇല്ലാത്ത കാലഘട്ടത്തിൽ പോലും നമുക്ക് കാണാൻ സാധിക്കും. അവർ കാണാതെ രാമായണ പാരായണം ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോ കേവലമായിട്ട് ഒരു പുരാണ കഥാപാത്രങ്ങളോ അല്ലെങ്കിൽ ഈശ്വരീയ സങ്കല്പത്തിന് ഉപരിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഈ രാമായണത്തിന്റെ ഭാഗങ്ങൾ വളരെ സ്വാധീനം നമുക്ക് ചെലുത്തിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ അവസരത്തിൽ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ നിത്യമായിട്ടുള്ള രാമായണ പാരായണം എന്താണെന്നറിയില്ല, ഇതിനൊരു തെറ്റിദ്ധാരണ നമ്മുടെ ഇടയില്, നമ്മുടെ ഹൈന്ദവരുടെ ഇടയിൽ വന്നു ചേർന്നിട്ടുണ്ട്. കാരണം നിത്യമായിട്ട് രാമായണം വായിച്ചു കഴിഞ്ഞാൽ മുഴുവനും മുഴുമിക്കണം, അല്ലെങ്കിൽ പാപമാണ്, അശുദ്ധിയുള്ള സമയത്ത് രാമായണ പാരായണം ചെയ്യാൻ പാടില്ല. അങ്ങനെ പല രൂപത്തിലുള്ള ഒരു അന്ധമായിട്ടുള്ള ഒരു വിശ്വാസം നമ്മളിൽ ഏൽപ്പിച്ചത് കൊണ്ട് നമ്മുടെ ഹൈന്ദവരായിട്ടുള്ളവർക്ക് ഒരു എന്തെങ്കിലും ഒരു കാരണം കിട്ടുവാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് ഈ ഒരു ചൊല്ല് വന്നത്, രാമായണം മുഴുമിക്കണം. പക്ഷെ ആ കാലഘട്ടമൊക്കെ മാറി. നമുക്കറിയാം, രാമായണം ഒരു ദിവസത്തിൽ ഒരു വരി എങ്കിലും ചൊല്ലിയാൽ അതിന്റെ പുണ്യം നമ്മളിലേക്ക് വന്നു ചേരും. അപ്പൊ നിത്യമായിട്ട് നമ്മൾ രാമായണ പാരായണം ചെയ്താൽ എത്ര പുണ്യമാണ് നമ്മളിലേക്ക് വന്നു ചേരുക എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് ആ ഒരു അന്ധവിശ്വാസം നമ്മൾ മാറ്റിയെടുത്ത് ഒരു ദിവസം പലരും ഈ ഒരു സന്ദേശം പോയതിനു ശേഷം രാമായണം വായിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. കാരണം മുഴുവൻ ദിവസവും അവർക്ക് പാരായണം ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവർക്ക് സാധിക്കുന്ന സമയത്ത് സമയമുള്ളപ്പോഴും പാരായണം ചെയ്യാം എന്ന് പറഞ്ഞ് ഈ ഒരു തത്വം നമ്മൾ കൊടുത്ത സമയത്ത് അതിന്റെ ഭാഗമാകാൻ ഇന്ന് തന്നെ കുറെ പേര് തയ്യാറായിട്ടുണ്ട്. ഇത് വലിയൊരു തുടക്കം മാത്രമാണ്. സമുദായ അംഗങ്ങളെ, നമ്മുടെ കേന്ദ്ര പ്രസിഡന്റായിരിക്കുന്ന ശ്രീധരേട്ടൻ ഈ വേദിയിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ സ്വാഗതം ആശംസിക്കുകയാണ് എൻ്റെ കർത്തവ്യം. ആ കർത്തവ്യത്തിലേക്ക് ഞാൻ പോവുകയാണ്. ആദ്യമായിട്ട് നമ്മുടെ കേന്ദ്ര പ്രസിഡന്റ്, നമ്മുടെ എല്ലാം ഒരു കാലത്തിൽ നമുക്കറിയാം, ചീരാൾ ചെട്ടി എന്ന് പറഞ്ഞ നമ്മളുടെയൊക്കെ ഒരു അധീപനാണ്.
ആ ഒരു സങ്കല്പമാണ് ഇന്ന് വയനാടൻ ചെട്ടി സമുദായത്തിന്റെ കേന്ദ്ര പ്രസിഡന്റ് ആയിരിക്കുന്ന നമ്മുടെ നാട്ടുകാരനായിരിക്കുന്ന ശ്രീധരേട്ടനെ, അദ്ദേഹത്തിന് ഞാൻ ഈ രാമായണ ക്ലാസ്സിലേക്ക് ഹാർദമായിട്ട് തമിഴ്നാട് സമിതിയുടെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്നത്തെ ഈ രാമായണം ജീവിതത്തിൽ എങ്ങനെയാണ് പകർത്തേണ്ടത് എന്നതിനെ പറ്റി വിശകലനത്തിന് നമ്മുടെ മുന്നിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇന്ന് ഈ പ്ലാറ്റ്ഫോമിലേക്ക് വന്നിരിക്കുന്ന സുരേഷ് മാഷെ എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഉപ്പട്ടി ഭാരത് മാതാവ് സ്കൂളിലെ അധ്യാപകനാണ്, നാച്ചേരി സമിതിയിലെ അംഗമാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം നമ്മുടെ രാമായണത്തിന്റെ കൾച്ചർ വിങ്ങിലൂടെ നമുക്കെല്ലാവർക്കും സുപരിചിതനായ സുരേഷ് മാഷയും ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ തമിഴ്നാട് സമിതിയെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വനിതാ വേദിയെ ഞാൻ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതിൽ ഉപരി ഇന്ന് രാമായണ പാരായണം ചെയ്യുന്ന പാട്ടവേൽ സമിതിയിലെ രജിത രാജേഷ്, അതേപോലെ തന്നെ രാജേഷ് കരിവളം, അതേപോലെ തന്നെ രുക്മണി രാഘവൻ ചെറുകുന്ന്, പ്രത്യേകിച്ച് പാട്ടവേൽ സമിതിയെയും ഈ വേദിയിലേക്ക് ഹാർദമായിട്ട് തമിഴ്നാട് സമിതിയുടെ പേരിൽ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എല്ലാത്തിലും ഉപരിയായിട്ട് നമ്മുടെ ഈ ശ്രോതാക്കള്, നമ്മുടെ സമുദായത്തിലെ ശ്രോതാക്കള് ഈ വേദിയിലേക്ക് തമിഴ്നാട് സമിതിയുടെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ രാമായണത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനായിട്ട് കേന്ദ്ര പ്രസിഡന്റിനെ കുറച്ച് സമയം നമുക്ക് അരമണിക്കൂറാണ്. ഇപ്പൊ വിശകലനം പാരായണവും ഒക്കെ പോകണം. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ സമയം വിരളമാണ്. അപ്പോ ശ്രീധരേട്ടൻ ഈ വേദിയിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ രാമായണ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്തേ. നമസ്തേ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നമ്മുടെ രാമായണ മാസാചരണം നമുക്കറിയാം. നമ്മളെ രാമായണം ഇന്ന് പല വീടുകളിലും വായന നിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിനൊരു പ്രധാന കാരണം നമ്മുടെ കുട്ടികൾ അധികം ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുന്നത്. ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന കുട്ടികൾക്ക് മലയാളം, തമിഴ്നാട്ടിലത്തെ കാര്യമാണ് പറയുന്നത്, മലയാളം വായിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളെ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ രാമായണം വായിക്കണമെങ്കിൽ മലയാളം നിർബന്ധമായിട്ടും പഠിക്കണമല്ലോ. അപ്പോൾ അതാണ് നമുക്കിവിടെ ഏറ്റവും വലിയൊരു പ്രധാനം തമിഴ്നാട്ടിലുള്ളത്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ സെക്കൻഡ് ലാംഗ്വേജ് മലയാളം ആയതുകൊണ്ട് ഇംഗ്ലീഷ് പഠിച്ചാലും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചാലും അത് വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. എന്തായാലും എനിക്ക് ഈ തമിഴ്നാട് സമിതിയോട് പറയാനുള്ളത് എന്താ, നമ്മുടെ നമ്മുടെ തമിഴ്നാട് സമിതിയുടെ വൈസ് പ്രസിഡന്റായിട്ടുള്ള വിജയൻ ചെറുകുന്ന് അവരുകളെ ഇങ്ങനെയൊരു സംരംഭം 2 വർഷമായിട്ട് നമ്മൾ നേരത്തെ ഞാൻ പ്രസിഡന്റായിരുന്ന കാലത്തിലും രാമായണ മാസാചരണം നമ്മുടെ സുരേഷ് മാഷ അടക്കമുള്ള രാജേഷിനെ പോലെയുള്ളവരെല്ലാവരും ഇതിനോട് സഹകരിച്ചിട്ടുണ്ട്. എങ്കിൽ കൂടി ഇപ്പോൾ ഇത് വളരെയധികം ഗംഭീരമായിട്ട് ഈ 2 വർഷമായിട്ട് നടത്തുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. കൂടാതെ ഈ രാമായണ മാസത്തിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ ഹിന്ദുക്കളിൽ ഒരുപാട് പുരാണങ്ങളുണ്ട്. ഹിന്ദുക്കൾക്ക് നമ്മൾ രചിച്ചിട്ടുള്ള ഒരുപാട് പുരാണങ്ങളുണ്ട്. ഞാൻ ഇന്നും കൂടി പത്രത്തിൽ അത് വായിച്ചതാണ്. പക്ഷേ അതിലേറ്റവും പ്രാധാന്യം നമുക്ക് രാമായണത്തിന് കൊടുക്കുന്നതിനുള്ള കാരണം, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം, അതായത് മരണാന്തരം വരെ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ കുറിച്ച് വിശദമായി അതിൽ ഒരു അമ്മ, ഒരു അച്ഛൻ, ഒരു ജ്യേഷ്ഠൻ, ഒരു സഹോദരി, ഒരു ഭർത്താവ്, അവരെല്ലാവരും തന്നെ അനുജൻ, ജ്യേഷ്ഠൻ എന്ന് പറഞ്ഞ മാതിരിയുള്ള എല്ലാവരും ഏത് രീതിയിൽ ഒരു മനുഷ്യനോട് പെരുമാറണം, രാമായണം വായിച്ചുകൊണ്ട് രാമായണത്തിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഇന്ന് നമ്മൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവന് നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു സെല്യൂട്ട് കൊടുക്കണം എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ ആരും ചെയ്യുന്നില്ല. ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ജീവിതം വളരെ മോശത്തിലേക്ക് പോകുന്നതാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ നമ്മൾ ആരും ആ കാര്യം ചെയ്യുന്നില്ല.
തീർച്ചയായിട്ടും നമ്മൾ ഈ രാമായണ മാസം ഈ 1-ാം തീയതി ഇന്ന് ആരംഭിച്ചു. അതിനോടനുബന്ധിച്ച് ഗൂഗിൾ മീറ്റിംഗ് സംഘടിപ്പിച്ചു. ഈ ഗൂഗിൾ മീറ്റിങ്ങിൽ ഞാനിപ്പോൾ നോക്കുമ്പോൾ 67 പേര് എൻ്റെ ഇതിൽ കാണുന്നുണ്ട്. ഈ 67 പേര് ഒരുപാട് ആൾക്കാർ വന്നും പോയിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതിൽ രാമായണ പാരായണം നടത്തുന്നവർക്ക്, അതുപോലെ ഇതിൻ്റെ സംഘാടകര്, നമ്മുടെ പിന്നെ ശിവദാസൻ അടക്കമുള്ള, രാജേഷ് അടക്കമുള്ള എല്ലാ സംഘാടകർക്കും പ്രത്യേകം ഒരു അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഈ നമ്മുടെ സമുദായത്തിൽപ്പെട്ട എല്ലാ കുടുംബങ്ങളിലും രാമായണം വൈകുന്നേരം വായിച്ച് അതിൻ്റെ മോക്ഷപ്രാപ്തി നേടണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തി ഈ നമ്മുടെ ഇന്നത്തെ ഗൂഗിൾ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം ശ്രീധരേട്ട. പാരായണത്തിന് രുചിതയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഹരിശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. കാരണനായകനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ. വാരണമുഖൻ മമ പ്രാരാബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കും നേൻ. വാണിയിടുക നാരദമെന്നുടെ നാവു തന്മേൽ, വാണി മാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ. നാണമെന്നിയേ മുധാ നാവിന്മേൽ നടനം ചേകേന കാനനെ യഥാ കാനനെ ദിഗംബരൻ. വാരിചോത്ഭവമുഖ വാരിജവാസേ ഭാലേ, വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ. ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ, പാരാതെ സലക്ഷണം നീമേൽ മംഗലശീലേ. വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നോരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കണം. വിഷ്ണുജോൽപവസുത നന്ദനപുത്രൻ വ്യാസൻ, വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന തപോധനൻ. വിഷ്ണുതൻ മായാ ഗുണചരിത്രമെല്ലാം കണ്ട് കൃഷ്ണനാം പുരാണ കർത്താവിനെ വണങ്ങുന്നേൻ. നാൻമാറ നേരായ രാമായണം ചമയ്ക്കയാൽ, നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തോരു വാത്മീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനി താൻ മമവരം തരികെപ്പോഴും വന്ദിക്കുന്നേൻ. രാമനാമത്തെ സദാ കാലവും ജപിച്ചിടും കാമനാശനനുമാ വല്ലഭൻ മഹേശ്വരൻ. ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനസ്സി വാണിടുവാൻ വന്ദിക്കുന്നേൻ. ഉമാമഹേശ്വര സംവാദം. കൈലാസചലേ സൂര്യകോടി ശോഭിതേ, വിമലാലയേ രത്നപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ഠം, പാലലോചനം മുനിസിദ്ധദേവാദിസേവ്യം, നീലലോഹിതം നിജഭർത്താരം വിശ്വേശ്വരം വന്ദിച്ചു വാമോത്സംഗേ വാഴുന്ന ഭഗവതി
സുന്ദരി ഹൈമാവതി ചോദിച്ചോ ഭക്തിയോടെ. സർവാത്മാവായ നാഥ പരമേശ്വര പോറ്റി, സർവലോകാവാസ സർവേശ്വര മഹേശ്വര, സർവശങ്കര ശരണാഗത ജനപ്രിയ, സർവദേവേശ ജഗന്നായക കാരുണ്യാബ്ധേ. അത്യന്തം രഹസ്യമാം വസ്തുവെന്നിരിക്കിലു എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തിവിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്കുപദേശം ചെയ്തിടുമെന്നു കേൾപ്പൂ. ആകയാൽ ഞാനുണ്ടൊന്നു നിന്തിരുവടി തന്നോടാകാംക്ഷ പരവശാചേതസാ ചോദിക്കുന്നു. കാരുണ്യമെന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വം ഉപദേശിച്ചിടണം. തത്വഭേദങ്ങൾ വിജ്ഞാനജ്ഞാന വൈരാഗ്യാദി ഭക്തിലക്ഷണം സാഖ്യ യോഗഭേദാദികളും ക്ഷേത്രോപവാസ ഫലം യാഗാദി കർമ്മഫലം തീർത്ഥസ്നാനാദിഫലം ദാനധർമാദിഫലം വർണ്ണധർമ്മങ്ങൾ പുനരശ്രമധർമ്മങ്ങളോ എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതെ വണ്ണം നിന്തിരുവടിയരുൾ ചെയ്തതു കേട്ടതു മൂലം സന്തോഷമകതാരിലേറ്റവും ഉണ്ടായി വന്നു. ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്ക മൂല മന്ദത്വം തീർന്നുകൂടി ചേതസീ ജഗൽപതേ. ശ്രീരാമദേവൻ തന്റെ മാഹാത്മ്യം കേൾപ്പാനുള്ളിൽ പരമാഗ്രഹമുണ്ടു ഞാനതിൻ പാത്രമെങ്കിൽ കാരുണ്യാമ്പുതേ കനിലരുളി ചെയ്തിടണ മാരുനിൻ തിരുവടിയൊഴിഞ്ഞില്ലതു ചൊൽവാൻ. ഈശ്വരീ കാർത്യായനി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോടി വണ്ണം ചോദ്യം ചെയ്തതു കേട്ടു തെളിഞ്ഞു. ദേവൻ ജഗദാദിനീശൻ മന്ദഹാസം പൂണ്ടരുൾ ചെയ്തു. ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതി ഭദ്രേ നിന്നോളമാർക്കുമില്ല ഭഗവത് ഭക്തിനാഥേ. ശ്രീരാമദേവതത്വം കേൾക്കണമെന്നു മനതാരിലാകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം. മുന്നമെന്നോടിതാരും ചോദ്യം ചെയ്തില്ല, ഞാനും നിന്നാണ് കേൾപ്പിച്ചതില്ലാരെയും ജീവനാഥേ. അത്യന്തം രഹസ്യമായുള്ളൊരു പരമാത്മ തത്വാർത്ഥമറികയിൽ ആഗ്രഹമുണ്ടായതും ഭക്തതിശയം പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും ചിത്തകാമ്പിൽ വർദ്ധിക്കതെന്ന മൂലം ശ്രീരാമപാദാംബുജം വന്ദിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ. ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതിതൻ കാരണനേകൻ പരൻ പുരുഷോത്തമൻ ദേവനന്ദനാദിനാഥൻ ഗുരുകാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം ജഗതുൽഭവസ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ വിരിഞ്ച നാരായണ ശിവാത്മകൻ അദ്വയനധ്യജനവ്യാത്മനാരാമൻ തത്വാത്മാ സച്ചിന്മയൻ സകളാത്മകനീശൻ മാനുഷനെന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ മാനസം മായത സംവൃതമാകമൂലം സീതാരാഘവമരുസൂനു സംവാദം മോക്ഷസാധനം ചൊൽവെന്നാതെ കേട്ടാലും തെളിഞ്ഞു നീ. സീതാരാഘവമരുസൂനു സംവാദം മോക്ഷസാധനം ചൊൽവെന്നാതെ കേട്ടാലും തെളിഞ്ഞു ശിവന്റെ കഥാകഥനം. പത്നികന്ധര മുഖരാക്ഷസവീരന്മാരാൽ സന്തതം വാരിണേ സംതാപ്തയാം ഭൂമിദേവി ഗോരൂപം പൂണ്ടു ദേവതാവസഗണത്തോടും സാരസസനലോകം പ്രാപിച്ചു കരഞ്ഞേറ്റം. ദേവനെ എല്ലാം വിധാതാവിനോടറിയിച്ചാൽ വേദാവമൂർത്ത മാത്രം വിചാരിച്ച ശേഷം
വേദനായകനായ നാഥനോടിവ ചെന്നു വേദനം ചെയ്യന്യേ മറ്റാരും കഴിവില്ല. സാരസോത്ഭവനേവം ചിന്തിച്ചു ദേവന്മാരോ ഡാരുടെ ഖേദം നമ്മെ കൂട്ടിക്കൊണ്ടിങ്ങു പോയി. ക്ഷീരസാഗര തീരം പ്രാപിച്ചു ദേവമുനി മാരോടുകൂടി സ്തുതിച്ചിടിനാൻ ഭക്തിയോടെ. ഭാവനയോടുകൂടി പുരുഷസൂത്രം കൊണ്ടും ദേവനെ സേവിച്ചിരുന്നിടിനാൻ വഴി പോലെ. അന്നേരമൊരു 10,000 ആദിത്യന്മാർ ഒന്നിച്ചു കിഴക്കുതിച്ചുയരുന്നതു പോലെ. പത്മസംഭവൻ തനിക്കെൻപൊടു കാണായി വന്നു പത്മലോചനായ പത്മനാഭനെ മോദ. മുക്തന്മാരായുള്ളൊരു സിദ്ധയോഗികളാലും ദുർദശന്മായ ഭഗവത് രൂപം മനോഹരം. ചന്ദ്രികാമന്ദസ്മിത സുന്ദരനാനപൂർണ ചന്ദ്രമണ്ഡല മരവിന്ദലോചനം ദേവം. ഇന്ദ്രനീലലാഭം പരമിന്ദിരാരാമ മനോഹര മന്ദിരാവക്ഷസ്ഥലം വന്ദ്യമനോദയം. വത്സലാജ്ഞന വത്സംപാദ പങ്കജഭക്തിയാം വത്സലം സമസ്തോ ലോകോത്സവം സമസ്ത സേവിതം. മേരുസന്നിഭ കിടിരോധ കൺകുണ്ടലമുക്തിയാം കരകേയൂരഗത കടകടിസൂത്രം. വലയാങ്കുലിയഗാദി ഗാദികിലഭൂഷണ കലിതകളേവരം കമലമനോഹര കരുണാകരം കണ്ടു പരമാനന്ദം പൂണ്ടു സരസീരുഗപവൻ മധുരസ്ഫുടാക്ഷരം. സരസപദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൻ പരമാനന്ദമൂർത്തി ഭഗവാൻ ജയ ജയ. മോക്ഷകാമികളായ സിദ്ധയോഗീന്ദ്രന്മാർക്കും സാക്ഷാൽ കാൺമതി നരൂതരുപാദാംബുജം നിത്യവും നമസ്തുതേ. സഹജകൽപദേ നിത്യനിർമ്മലമൂർത്തേ നിത്യവും നമസ്തുതേ. സത്യജ്ഞാനാനന്ദാനന്ദാമൃത ദയമേകും നിത്യവും നമസ്തുതേ. കരുണാജലനിധേ വിശ്വത്തെ സൃഷ്ടിച്ചു രക്ഷിച്ചു സംസ്കരിച്ചിടും വിശ്വനായക പോറ്റി നിത്യവും നമസ്തുതേ. സ്വാതിയാം തപോദാന ജ്ഞാനി കർമ്മങ്ങളാൽ സാധ്യമല്ലൊരുവനും കൈവല്യമൊരു നാളും മുക്തിയെ സിദ്ധിക്കേണമെങ്കിലോ ഭഗവത്പാദം ഭക്തി കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാലാവതില്ല. നിന്തിരുവടിയുടെ ശ്രീപാദാംബുജദുക്ത്യം വന്ദികേ കാണായി വന്ന് ധനിക്കു ഭാഗ്യവശാൽ. തത്വചിന്തന്മാരായ താപസശ്രേഷ്ഠന്മാരാൽ നിത്യവും ഭക്തിയാം ബുദ്ധിയാം ധരിക്കപ്പെട്ടൊരു നിൻ പാദപങ്കജങ്ങളിൽ ഭക്തി സംഭവിക്കണം. നമസ്തേ രാജേഷ്, രുക്മണി ചേച്ചി, രജിത നമസ്തേ. നമ്മുടെ സുരേഷ് മാഷെ ഹാർദമായിട്ട് വിശകലനത്തിന് ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ തമിഴ്നാട് സമിതി പ്രസിഡന്റ് വേണു മണൽവയൽ അവർ, തമിഴ്നാട് സമിതിയുടെ വൈസ് പ്രസിഡന്റ് വിജയൻ ചെറുകുന്ന് അവരെ അടക്കമുള്ള WCSS കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും എൻ്റെ നമസ്കാരം. നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് രാമായണ മാസത്തിന്റെ തുടക്കം, കർക്കിടക മാസത്തിന്റെ കർക്കിടകം 1 മുതൽ 31 വരെ 31 ദിനരാത്രങ്ങൾ നമ്മൾ രാമായണം എന്താണെന്ന് മനസ്സിലാക്കുന്നതിനും അത് നിത്യജീവിതത്തിൽ
അല്ലെങ്കിൽ നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൽ എത്രത്തോളം അത് പ്രാവർത്തികമാക്കാൻ കഴിയും, പ്രയോജനപ്പെടുത്താൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി കൂടെയാണ്. അപ്പൊ എന്തുകൊണ്ട് ഈ രാമായണത്തിന് ഇത്രയും പ്രാധാന്യം വരുന്നു അല്ലെങ്കിൽ കൽപ്പിക്കുന്നു? വർഷങ്ങളായി അങ്ങനെ നീണ്ടു പോവുകയാണ് അതിന്റെ പ്രാധാന്യം. ഇനി വരുന്ന വർഷങ്ങളിലും അതുപോലെ തന്നെ അതിന്റെ പ്രാധാന്യം നിലനിൽക്കുകയും ചെയ്യും. എന്തുകൊണ്ട് ഇത്രയും പ്രാധാന്യം ലഭിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇത് കേവലം ഒരു കൃതിയല്ല, ഒരു മഹാകാവ്യമാണ്. അതുപോലെ ഇതൊരു ഇതിഹാസമാണ്. അപ്പോൾ ഇതിന്റെ മഹത്വം ഇത്രയ്ക്ക് വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ആര് എഴുതി എന്നുള്ളതിനെ ആശ്രയിച്ചാണ്. ആര് എഴുതി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ആര് ഏത് അവസരത്തിൽ ഈ കൃതി വാത്മീകി മഹർഷിയാണ് ആദ്യം പൂർവജന്മത്തിൽ എന്ന് തന്നെ പറയാം ഒരു കാട്ടാളനായിരുന്നു. രത്നാകരൻ എന്ന കാട്ടാളൻ തപസ് ചെയ്യുകയും 2 അക്ഷരങ്ങളുള്ള ഒരു വാക്ക് വീണ്ടും എന്ന വാക്ക് തന്നെ ഇത് രാമ 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 എന്ന് ആവർത്തിച്ചുകൊണ്ട് തപസ് ചെയ്ത് മണ്ണിനോട് ചേർന്ന് അത് ഒരു ചിതൽപുറ്റായി മാറി ദേഹമാസകലം ഒരു പുറ്റായി മാറുകയും ചെയ്തു. അങ്ങനെ ഇത് സംഭവിക്കുമ്പോൾ പ്രകൃതിയുമായിട്ടുള്ള ഒരു താതാത്മ്യം പ്രാപിക്കലാണ്. പ്രകൃതിയുമായിട്ട് ചേരുകയാണ്. പ്രകൃതിയിൽ നിന്ന്, കാട്ടാളനിൽ നിന്ന് മഹർഷിയിലേക്ക്, അതിന്റെ ഇടയ്ക്ക് ഒരു സ്റ്റേജും കൂടെ ഉണ്ട്, മനുഷ്യൻ എന്നുള്ളത്. ആ മനുഷ്യനിൽ നിന്ന് വിട്ട് നേരിട്ട് മഹർഷിയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഒരു പരിണാമം നടക്കുന്നു അവിടെ. അപ്പൊ പ്രകൃതിയുമായിട്ട് ലയിച്ചു ചേർന്ന് അതിന് ശേഷമാണ് പ്രകൃതിയുടെ ഒരു പുത്രനായിട്ട് തന്നെ നേരിട്ട് മാറുകയും പ്രകൃതിയുടെ അത്രയും തന്നെ ശക്തി ലഭിച്ചുകൊണ്ട് മാഷെ മ്യൂട്ടായിട്ടുണ്ട് തോന്നുന്നു മാഷെ. ഹലോ, എന്താണ് വീഡിയോ മ്യൂട്ടായിട്ട്? സാറെ വിട്ടുവിട്ടാണ് കേൾക്കണേ. ഹലോ, ഇപ്പൊ ശരിയായല്ലോ? കേട്ടോ? ഹലോ, ഇപ്പൊ കേൾക്കുന്നുണ്ട്. കേൾക്കാം. അത് തന്നെ മ്യൂട്ടായതാണ്, എന്താണെന്ന് അറിയില്ല. ഓട്ടോമാറ്റിക്കലി വന്നതാണത്. പറഞ്ഞോളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ കൃതി രചിക്കപ്പെട്ട സാഹചര്യമാണ്. അപ്പൊ അങ്ങനെ ഇന്ദ്രിയങ്ങളെ കുറിച്ച്, അപ്പൊ ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് 6 ഇന്ദ്രിയങ്ങൾ ഉണ്ടല്ലോ. ഈ 6 ഇന്ദ്രിയങ്ങൾ സാധാരണ മനുഷ്യർക്കുള്ളതാണ്. പക്ഷെ ഈ മഹർഷിയെ ആയിട്ട് മാറുന്ന സമയത്ത് 7ാം ഇന്ദ്രിയത്തിലേക്ക് കടക്കുകയാണ്. 7 ഇന്ദ്രിയങ്ങൾ ലഭിക്കുന്നു. അങ്ങനെ ലഭിച്ചവരാണ് ശ്രീബുദ്ധനും ശങ്കരാചാര്യരും, അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട്. ഈ 7ാം ഇന്ദ്രിയത്തിലേക്ക് കടക്കുമ്പോൾ 7ാം അറിവെന്ന് നമ്മൾ പറയും. കടന്നതിന് ശേഷമാണ് ഈ കൃതി എഴുതുന്നത്.
അങ്ങനെ വരുമ്പോൾ അതിൽ തെറ്റുകൾ ഉണ്ടാവാൻ സാധ്യതയില്ല. പല വിമർശകരും അതിലെ തെറ്റുകൾ കണ്ടെത്താറുണ്ട്, വിമർശിക്കാറുണ്ട്. എങ്കിലും യഥാർത്ഥത്തിൽ വാൽമീകി രാമായണത്തിൽ തെറ്റുകൾ ഇല്ല എന്നാണ് നമുക്ക് പറയാൻ പറ്റുക. തെറ്റുകൾ ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നത് നമ്മുടെ അറിവ് കുറവ് കൊണ്ടാണ്. അറിവ് നേടേണ്ടിയിരിക്കുന്നു. നമ്മൾ ഇപ്പോഴും 6ാമത്തെ ഇന്ദ്രിയത്തിലാണുള്ളത്. 7ാം ഇന്ദ്രിയത്തിലേക്ക് വന്നു കഴിയുമ്പോൾ മാത്രമാണ് അതിന്റെ തെറ്റ് ശരിക്കും ബോധ്യപ്പെടുക. തെറ്റില്ല, ശരിക്കും ബോധ്യപ്പെടുക. അപ്പോൾ അതുകൊണ്ടാണ് ഈ രാമായണത്തിന് ഇത്രമാത്രം പ്രാധാന്യം ലഭിക്കുന്നത്. മറ്റൊരു കൃതി, സാധാരണ ഒരു സാഹിത്യകാരൻ എഴുതിയിട്ടുള്ള സാധാരണ ഒരു കൃതി പോലെ അല്ല രാമായണം. കാരണം അത് എഴുതിയ ആളുടെ പ്രത്യേകതയാണ്. എഴുതിയ ആൾക്ക് ഉണ്ടായിരുന്ന ഇന്ദ്രിയങ്ങളുടെ എണ്ണം നമ്മൾ കണക്കിലെടുക്കണം. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇത് വലിയ ഒരു മഹാകാവ്യമാണ്, ഇതിഹാസമാണ്. അതുപോലെ തന്നെ അതിന്റെ മഹത്വം ഓരോ ദിനം കഴിയുന്തോറും കൂടി വരുന്നതിന് കാരണം അതാണ്. ഇനി രാമായണത്തിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ, രാമായണത്തിലെ ശ്രീരാമൻ യഥാർത്ഥത്തിൽ ഒരു കൗൺസിലറാണ്. ശരിക്കും പറഞ്ഞാൽ ലക്ഷ്മണ ഉപദേശത്തിലൂടെ ജീവിതത്തിന്റെ അതിസങ്കീർണമായ നമ്മുടെ മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സ്പർശിച്ചുകൊണ്ട് യഥാർത്ഥ ജീവിതം എന്താണെന്ന് വ്യക്തമാക്കി തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ കേവലം ഒരു ജീവിതമല്ല മനുഷ്യൻ്റേത് എന്നുള്ളതും മനുഷ്യൻ ബുദ്ധി കൊണ്ടും അതുപോലെ തന്നെ ആത്മീയത കൊണ്ടും യുക്തി കൊണ്ടും ആത്മീയത കൊണ്ടും മഹത്തായ നിലയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന അവസരത്തിലാണ് നമുക്ക് ശ്രീരാമൻ നല്ലൊരു കൗൺസിലർ ആണെന്ന് പറയാൻ സാധിക്കുക. അപ്പോൾ രാമായണം വായിക്കുന്നതിന്റെ പ്രാധാന്യം നമ്മൾ 11 മാസവും നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടുള്ള 11 മാസം കൊണ്ട്, ഒരു വർഷത്തിലെ 11 മാസം കൊണ്ട് വന്നിട്ടുള്ള മാലിന്യങ്ങൾ ഈ പാരായണത്തിലൂടെ അല്ലെങ്കിൽ രാമനെ അറിയുന്നതിലൂടെ, സീതയെ അറിയുന്നതിലൂടെ, അല്ലെങ്കിൽ രാമായണം മൊത്തം എന്താണെന്ന് അറിയുന്നതിലൂടെ നമ്മൾ ശരിക്കും ബോധവൽക്കരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ശ്രീരാമൻ ഏറ്റവും നല്ല കൗൺസിലർ ആണെന്ന് പറയാനുള്ള കാരണം. പല കൗൺസിലർമാരും ഇപ്പോൾ ഈ പുരാണങ്ങളെയാണ് ആശ്രയിക്കുക. ശ്രീരാമൻ എന്ത് പറഞ്ഞു, അല്ലെങ്കിൽ മഹാഭാരതത്തിലെ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെ എടുത്ത് അതിലെ അന്തസത്ത മനസ്സിലാക്കി അതാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തില്. അപ്പോൾ ഈ പുസ്തക പാരായണം കൊണ്ട് രാമായണം മുഴുവനായിട്ട് ഇങ്ങനെ പാരായണം ചെയ്യുന്നു അല്ലെങ്കിൽ കഥ മനസ്സിലാക്കുന്നു എന്നുള്ളത് മാത്രം പോരാ. അതിലെ ഓരോ കഥാസന്ദർഭവും നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം അവസരത്തിൽ എങ്ങനെയെല്ലാം നമുക്ക് പ്രയോജനപ്പെടുന്നു എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് പ്രയോജനപ്പെടുത്തണം എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ ഇന്ന് വായിച്ചിട്ടുള്ള 3 പേര് പാരായണം നടത്തി. അതില് വന്നിട്ടുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആദ്യം തന്നെ വരുന്നത് ബാലകാണ്ഡത്തിലെ കഥാസന്ദർഭങ്ങളാണ് വായിച്ചത്. മൊത്തം 7 കാണ്ഡങ്ങളിലെ ആദ്യത്തേതാണ്. അപ്പൊ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതില് ആദ്യം തന്നെ ശ്രീരാമ എന്നുള്ളത് വീണ്ടും ആവർത്തിച്ച് പറയുന്നു. എന്തുകൊണ്ടാണ്? വാൽമീകി ഒരു കാട്ടാളിൽ നിന്ന് വാൽമീകിയിലേക്ക് മാറാനുള്ള കാരണം. ഒരു കാട്ടാളൻ എന്ന് പറയുമ്പോൾ ഒരു അസുരന്റെ സ്വഭാവമാണ് ഉണ്ടാവുക. ആ അസുരൻ ശരിക്കും മനുഷ്യനായിട്ട് മാറുകയും മനുഷ്യനിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ദേവനായിട്ട് മാറുക, അല്ലെങ്കിൽ മഹർഷി തുല്യൻ, അല്ലെങ്കിൽ ദേവതുല്യനായിട്ടുള്ള മഹർഷിയിലേക്ക് പരിണാമം ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞു, മനുഷ്യൻ ആവാതെ തന്നെ നേരിട്ട് അസുരിൽ നിന്ന് അല്ലെങ്കിൽ കാട്ടാളിൽ നിന്ന് നേരിട്ട് മഹർഷിയിലേക്ക് വരികയാണ് ചെയ്തത്. അപ്പോൾ അത് എന്തുകൊണ്ട് അങ്ങനെ കഴിഞ്ഞു എന്നുള്ളത് ചോദിച്ചാൽ, പ്രകൃതിയുമായിട്ട് ലയിച്ച് ആണ് അങ്ങനെ സംഭവിച്ചത്. പക്ഷെ ലയിക്കാനുള്ള കാരണം രാമ എന്നുള്ള ഒറ്റ വാക്ക്, അല്ലെങ്കിൽ 2 അക്ഷരങ്ങളുള്ള ഒറ്റ വാക്ക് വീണ്ടും ഉരുവിടുകയാണ് ചെയ്തത്. അങ്ങനെ ഉരുവിട്ട് അത് തന്നെയാണ് നമ്മൾ ആദ്യം ഇപ്പോൾ പാരായണം ചെയ്തപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. ശ്രീരാമ എന്ന് പറഞ്ഞ് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
അത് മതി എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞ രാമ എന്ന് പറയുമ്പോൾ തന്നെ, രാമ രാമ എന്ന് പറയുമ്പോൾ തന്നെ കുറേ തവണ നമ്മൾ പറയുന്നു. അപ്പോൾ രാമൻ ആരാണെന്ന് നമ്മൾ അന്വേഷിക്കുന്നു. അപ്പോൾ രാമൻ ആരാണെന്ന് മനസ്സിലാക്കുന്നു, രാമന്റെ ഒപ്പം സീത ആരാണെന്ന് മനസ്സിലാക്കുന്നു, ലക്ഷ്മണനെ മനസ്സിലാക്കുന്നു. അങ്ങനെ നമ്മൾ ഓരോ സന്ദർഭങ്ങളും രാമായണത്തെ കുറിച്ച് അഗാധമായി നമ്മൾ മനസ്സിലാക്കുകയും എന്താണ് രാമായണം എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു, അതിന്റെ മഹത്വം മനസ്സിലാക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതിനുവേണ്ടി അത് നമ്മൾ ആദ്യത്തെ വായനയിൽ നിന്ന് നമുക്ക് അത് ആ രീതിയിൽ നമുക്ക് ഉൾക്കൊള്ളാം. രണ്ടാമത്തത് ഉമാമഹേശ്വര സംവാദമാണ്. ഈ ഉമാമഹേശ്വര സംവാദം എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ രാമായണ കഥ എന്ന് പറയുന്നത് മഹേശ്വരൻ ഉമയോട് പറഞ്ഞു കൊടുക്കുന്നതാണ്, പറയുന്ന കഥയാണ്. അപ്പൊ ഉമ ചോദിക്കുകയാണ്, ഉമ എന്ന് വെച്ചാൽ പാർവതി, മഹേശ്വരൻ പരമേശ്വരനാണ്. അപ്പൊ ഈ ഉമ ചോദിക്കുന്നു, കഥ ചോദിക്കുകയാണ്. രാമായണത്തിലെ രാമന്റെ കഥയാണ് ചോദിക്കുന്നത്. ഉമ ഉദ്ദേശിക്കുന്നത് ഉമയുടെ ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ചാണ് ചോദിക്കുന്നത്. പക്ഷെ പരമേശ്വരൻ പറഞ്ഞു കൊടുക്കുന്നത് വേറൊരു തലവും കൂടെ പറയുകയാണ്, ആത്മീയ തലം. അപ്പോൾ നമ്മുടെ മനസ്സ്, നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മുടെ മനസ്സിന് 2 തലങ്ങളുണ്ട്. ഒന്ന് ബുദ്ധി ഉപയോഗിച്ചിട്ടുള്ള യുക്തിയും മറ്റൊരു തലം ആത്മീയ തലവുമാണ്. ഇപ്പൊ പലരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഭൗതിക ചിന്തയിൽ ഇപ്പോൾ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ബുദ്ധിയാണ്. ബുദ്ധിയിൽ നിന്നാണ് നമ്മൾ ഭൗതികമായിട്ട് ചിന്തിക്കുകയും യുക്തിവാദത്തിലേക്ക് എത്തുകയും ചെയ്യുന്നത്. അപ്പൊ ആത്മീയത ഇല്ലെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ യഥാർത്ഥത്തില് ഈ ബുദ്ധിക്ക് ആത്മീയത തിരിച്ചറിയാനാവില്ല. അപ്പോൾ അത് എന്താ കാരണം എന്ന് വെച്ചാല്, ഈ ആത്മീയത എന്ന് പറയുന്നത് ഒരു തട്ട് മുകളിലാണ്. അപ്പോൾ ഈ ബുദ്ധിയുടെ കാര്യങ്ങളൊക്കെ, ബുദ്ധിയിൽ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ യുക്തിയിൽ എന്തൊക്കെയാണ് നമ്മൾ ആലോചിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്തെല്ലാം കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നു, ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നു, സയൻസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ വിജ്ഞാനം ഉപയോഗിച്ച് നമ്മൾ അത് കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഈ അത് വന്നിട്ട് ബുദ്ധി ഉപയോഗിച്ചിട്ടുള്ള യുക്തി മാത്രമാണ്. എന്നാൽ ഈ ആത്മീയതയെക്കുറിച്ച് അങ്ങനെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള പഠനം ഇല്ല. കാരണം ഈ ബുദ്ധി കൊണ്ട് ആത്മീയത തിരിച്ചറിയാനാവില്ല. എന്നാൽ നേരെ തിരിച്ചാണ്, ആത്മീയത ഇതെല്ലാം മനസ്സിലാക്കുകയും ചെയ്യുന്നു, ആത്മീയ തലത്തിൽ എത്തുന്ന മനസ്സ്. അപ്പൊ ഈ ഒരു സംവാദമാണ് യഥാർത്ഥത്തിൽ ഉമാമഹേശ്വര സംവാദം എന്ന് പറയുന്നത്. ഈ ഉമാമഹേശ്വര സംവാദം എന്ന് പറയുന്ന ഇത്, അതായത് ഉമ ശരിക്കും കഥയാണ് കേൾക്കുന്നത്, യഥാർത്ഥ കഥയാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ മഹേശ്വരൻ പറഞ്ഞു കൊടുക്കുന്നത് ആത്മീയതയും കൂടെ അതിനൊപ്പം ചേർത്തിട്ടാണ്. യഥാർത്ഥത്തിൽ നമുക്ക് യുക്തിയും വേണം, ആത്മീയതയും വേണം. യുക്തിവാദവും ഉണ്ടായിരിക്കണം, ആത്മീയവാദവും വേണം. ഇത് രണ്ടും മനസ്സിന്റെ 2 തലങ്ങളാണ്. ഇത് ഒന്നും, ഒരു നാണയത്തിന് 2 വശങ്ങൾ ഉള്ളത് പോലെ തന്നെ ഒരു നാണയത്തിന് ഒരു വശം മാത്രം ഉണ്ടാവില്ല, ഒരു വശം മാത്രം സാധ്യമല്ല. 2 വശങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു നാണയം പൂർണ്ണമായിട്ട് വരിക. എന്നതുപോലെ നമ്മുടെ മനസ്സ് പൂർണ്ണമാകുന്നത് ഭൗതിക തലവും അതുപോലെ തന്നെ ആത്മീയ തലവും രണ്ടും കൂടെ ചേർന്നതാണ്. അല്ലാതെ ഒന്നായിട്ട് നമുക്ക് പിരിക്കാനാവില്ല. ആത്മീയത മാത്രം പറയുക, യുക്തിയില്ല, അല്ലെങ്കിൽ ബുദ്ധിയിലൂടെ വരുന്ന യുക്തിവാദം ശരിയല്ല എന്ന് പറയുന്നതും തെറ്റാണ്. അപ്പൊ ഇത് 2 നാണയത്തിന് 2 വശങ്ങളുള്ളത് പോലെ തന്നെ ഈ 2 തലങ്ങളിലൂടെ മനസ്സ് സഞ്ചരിക്കുമ്പോൾ യഥാർത്ഥ ജീവിതത്തിന്റെ എന്താണ് പറയുക, ലഹരി നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റും. ഇതാണ് ഉമാമഹേശ്വര സംവാദത്തിലൂടെ നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിലേക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അവിടെ രാമന്റെ കഥയാണ് പറയുന്നത്. അപ്പോൾ രാമന്റെ കഥ പറയുന്ന സമയത്ത് കുറച്ചു മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ യുക്തിയും അതുപോലെ തന്നെ ആത്മീയതയും ഭക്തിയും, ആത്മീയത ഉദ്ദേശിക്കുന്നത് ഇവിടെ ഭക്തിയാണ്. ഭക്തിയിലൂടെ നമുക്ക് ശക്തി ലഭിക്കും, യുക്തിയിലൂടെയും ശക്തി ലഭിക്കും. 2 ശക്തിയും ചേർന്നിട്ടാണ് നമുക്ക് പൂർണ്ണമായ ശക്തിയിലേക്ക് നമുക്ക് വരാനായിട്ട് സാധിക്കുക. ഒരു നാണയത്തിന്റെ പൂർണ്ണ രൂപം 2 വശങ്ങളും ചേർന്ന് വരുന്നത് പോലെ. ഇനി മൂന്നാമതായി വായിച്ച ഇത് ശിവൻ കഥാകഥനം നടത്തുകയാണ്. ശിവൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ കഥ തന്നെയാണ്, ശ്രീരാമന്റെ കഥ കഥാകഥനത്തിൽ പറയുകയാണ്. കഥാകഥനം എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ കഥ പറയുകയാണ്, സാധാരണ പോലെ അങ്ങ് പറഞ്ഞു പോവുകയാണ്. അപ്പോഴും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ആത്മീയതയെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ഭക്തിയെക്കുറിച്ചാണ്. അപ്പൊ ഭക്തിയിലൂടെ യുക്തിസഹജമായി നമ്മളത് മനസ്സിലാക്കി
മുന്നോട്ട് പോവുകയാണ് നമുക്ക് ഏറ്റവും ഉചിതം. അതാണ് നമ്മൾ രാമായണത്തിലൂടെ മനസ്സിലാക്കേണ്ടതും. ഇപ്പൊ രാമായണത്തിലെ ഈ രാമായണത്തിൽ അങ്ങനെ പറയുമ്പോൾ ഒരു തെറ്റിദ്ധാരണ വരാം. ഇപ്പൊ രാമായണത്തിലെ എല്ലാ കഥാസന്ദർഭങ്ങളും എല്ലാം നമുക്ക് നിത്യജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. ഉദാഹരണമായിട്ട് ഇപ്പൊ സീതാ പരിത്യാഗം, സീതയെ രാമൻ ഉപേക്ഷിക്കുന്നുണ്ട്, അതുപോലെ നമ്മൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ള സംശയം നമുക്ക് വരാം. അതാണ് കുറച്ചു മുമ്പ് ഞാൻ സൂചിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇത് എഴുതിയ ആളുടെ പ്രത്യേകത നമ്മൾ നോക്കണം. ആരാണ് എഴുതിയിരിക്കുന്നത് വെച്ചാൽ ഒരു മഹർഷിയാണ് എഴുതിയിരിക്കുന്നത്. അത് 7ാം അറിവിൽ നിന്നുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. 7 സെൻസുള്ള അല്ലെങ്കിൽ 7 ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾക്കത് നേരിട്ട് നിത്യജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതിനെ കുറിച്ചുള്ള അറിവ് ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അറിവ് നേടുക, അല്ലെങ്കിൽ നമ്മൾ ഈ 6ാമത്തെ ഇന്ദ്രിയം മുഴുവനായിട്ട് ഉപയോഗിച്ച് 7ലേക്ക് എത്തിയാൽ മാത്രമാണ് നമുക്കിത് മനസ്സിലാവുള്ളൂ. ഉദാഹരണമായിട്ട് ഇപ്പോൾ അന്ധനായിട്ടുള്ള ഒരാളോട് നിറങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെ മനസ്സിലാക്കും? 7 നിറങ്ങളുണ്ട് എന്ന് നമ്മൾ പറയുകയാണ്. സൂര്യനിൽ 7 നിറങ്ങളുണ്ട്. സൂര്യൻ എന്ന് പറയുന്നത് ഒറ്റ കളറല്ല, ഒറ്റ നിറമല്ല, 7 കളറാണ് ഉള്ളത്. അതാണ് മഴവിലൂടെ കാണാൻ സാധിക്കുന്നത് എന്ന് നമ്മൾ ഒരു കാഴ്ചയില്ലാത്ത ഒരാളോട് പറഞ്ഞു മനസ്സിലാക്കാൻ സാധ്യമല്ല. കാരണം കളറിനെ കുറിച്ച് എങ്ങനെയാണ് മനസ്സിലാക്കുക? ഒരു കാഴ്ചയില്ലാത്ത ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ ഒരു ഇന്ദ്രിയം അവിടെ കുറവാണ്. ഈ കാഴ്ച എന്ന് പറയുന്ന ഇന്ദ്രിയം കുറവുള്ള ഒരാളോട് നമുക്കത് പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നത് പറയുന്നത് പോലെ 7ാം ഇന്ദ്രിയം ഇല്ലാത്ത നമ്മളോട്, അല്ലെങ്കിൽ നമുക്ക് ഒരുപക്ഷെ അതൊരു ഒരു സംശയമായിട്ട് നിലനിൽക്കുകയാണ്. അപ്പൊ അറിവ് നേടുക എന്നുള്ളത് മാത്രമാണ് ഇതിന് ഒരു പോംവഴി. അങ്ങനെ വരുമ്പോൾ അവിടെ രാജാവാണ് സീതയെ പരിത്യാഗം ചെയ്തിരിക്കുന്നത്. അപ്പോൾ രാജാവിന്റെ ധർമ്മം അവിടെ കാണിച്ചു എന്നുള്ളതൊക്കെ നമുക്ക് പറയാമെങ്കിലും ഇത് നമുക്ക് എല്ലാവരിലും ഇത് നമുക്ക് സമർത്ഥിക്കാനായിട്ട് സാധിക്കില്ല. കാരണം അതിന് നമ്മുടെ അറിവിന്റെ കുറവ് തന്നെയാണ് അതിന് കാരണം. ഒരു ഇന്ദ്രിയത്തിന്റെ കുറവ് അതിൽ വരുന്നു. അപ്പൊ ഇത്രയും സമയം വളരെ കുറവായതുകൊണ്ട് നമ്മൾ കൂടുതലായി പോവുകയാണ്. അപ്പൊ സമയം വളരെ പരിമിതമാണ്, നിർത്തുകയാണ്. അപ്പൊ ഇതിന് അവസരം തന്ന എല്ലാവർക്കും തന്നെ WCSS കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും നന്ദി, നമസ്കാരം. നമസ്തേ സുരേഷ് മാഷ്, നല്ലൊരു വിശകലനം നടത്തി തന്നതിന് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നന്ദി പറയാനായിട്ട് സീന സുന്ദരനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. സുരേഷ് സാറ് നമുക്ക് രാമായണത്തിന്റെ മഹത്വത്തെ കുറിച്ച് നന്നായി പറഞ്ഞു തന്ന് അത് എല്ലാവരും മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. അടുത്ത എന്റെ കടമ നന്ദി പറയുക എന്നുള്ളതാണ്. നമ്മുടെ മുഖ്യ പ്രഭാഷകനായ സുരേഷ് സാറിന് നന്ദി ആശംസിച്ചു കൊള്ളുന്നു. നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്ത ശ്രീധരേട്ടൻ, കേന്ദ്ര സമിതി പ്രസിഡന്റ് ശ്രീധരേട്ടന് നന്ദി ആശംസിക്കുന്നു. പിന്നെ നമ്മുടെ പരിപാടി സ്വാഗതം ആശംസിച്ച വൈസ് പ്രസിഡന്റ്, തമിഴ്നാട് സമിതിക്ക് വൈസ് പ്രസിഡന്റ് വിജയേട്ടന് നന്ദി ആശംസിക്കുന്നു. നമുക്ക് ഈ പാഠക സമിതിയിൽ നിന്ന് രാമായണം പാരായണം ചെയ്ത രുക്മിണി എടുത്തി, രാജേഷ്, രജിത, ഇവർക്കും നന്ദി ആശംസിക്കുന്നു. നമ്മുടെ ഈ പരിപാടി നമ്മുടെ ഈ തമിഴ്നാട് സമിതിയിലെ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി ആശംസിക്കുന്നു. ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.